അങ്ങനെ ഇന്ദ്രൻസേട്ടൻ്റെ ചിന്ന ചിന്ന ആസൈ സിനിമ ഞാൻ കണ്ടു. ശരിക്കും ഒരു നല്ലൊരു പടം തന്നെയാണ്, ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. ഭയങ്കര ഇമോഷണലി നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കണക്റ്റ് ആവും. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്ന് ചിന്തിച്ച് പോകും. ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നെ ആത്മാർത്ഥമായിട്ട് ഞാനൊരു കാര്യം പറയാം, ഈ സിനിമയിൽ 1-2 ഭാഗം വന്നപ്പോൾ ചെറിയൊരു ഉറക്കം എനിക്ക് ഫീൽ ചെയ്തെങ്കിലും ഉറങ്ങിയില്ല. പടം ഞാൻ ഫുള്ളായിട്ട് കണ്ടു. ഒരു സ്ലോ മൂവിയാണ്, പക്ഷേ ഈ പടം ഫുള്ള് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരു സ്ലോ മൂവിയാണ് ഇതിന് പറ്റിയത്. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വർഷ വാസുദേവാണ്. സത്യം പറയാലോ, പുള്ളിക്കാരിയുടെ ആദ്യത്തെ സിനിമയാണെങ്കിലും ഒരിക്കലും ഇതൊരു ആദ്യത്തെ സിനിമയാണെന്ന് പറയൂല. അന്ന് ഈ സിനിമയുടെ സക്സസ് പാർട്ടിയിൽ എല്ലാവരും വന്നപ്പോൾ മേനക ചേച്ചി ആയാലും നമ്മളെ കിരീടം ഉണ്ണിച്ചേട്ടനൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ശരിക്കും ഫസ്റ്റ് മൂവിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും തോന്നൂല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ എടുത്തൊരു മൂവി ആയിട്ട് ശരിക്കും ഫീൽ ചെയ്യും. ഈ പടത്തിൻ്റെ മേക്കിംഗ് ഒക്കെ നല്ല മേക്കിംഗ് ആണ്. ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ, അതായത് വാരണാസിയിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. വാരണാസിയിൽ ഒരു ദിവസം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ഞാൻ പടത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല, പടം കാണാത്തവരുണ്ടല്ലോ, നമ്മൾ അത് ബഹുമാനിക്കണം. അപ്പം നമ്മൾ പടത്തിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. തികച്ചും 2 സ്ട്രേഞ്ചേഴ്സ് കണ്ടുമുട്ടി അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ബോണ്ട്, ആ ഒരാൾ മാറിപ്പോകുമ്പം മറ്റേ ആൾക്ക് ഉണ്ടാകുന്നൊരു വിഷമം, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ ആ സിനിമയെ പറ്റി പറയുന്നില്ല. ഇതാണ് ശരിക്കും ആ സിനിമ എന്ന് പറയുന്നത്. ഇന്ദ്രൻസേട്ടനായാലും ഇന്ദ്രൻസേട്ടൻ്റെ മോളായിട്ട് വന്ന അപർണ ബാലമുരളി ആയാലും നടി മധു എന്നാണ് പേര്, സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസേട്ടൻ്റെ മോളായിട്ട് വന്ന അപർണ ബാലമുരളിക്ക് ഒരുപാട് സീനൊന്നുമില്ല സിനിമയിൽ. സിനിമ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത് ഇന്ദ്രൻസേട്ടനും മധു എന്ന് പറഞ്ഞ നടിയുമാണ്. ശരിക്കും രണ്ടുപേരും രക്ഷയില്ലാതെ അഭിനയിച്ച് കളഞ്ഞ്. ഇന്ദ്രൻസേട്ടൻ്റെ ഒക്കെ അഭിനയവും ആ ഒരു റേഞ്ചൊക്കെ നമുക്കറിയാമല്ലോ. പുള്ളിക്കാരനെ അഭിനയിക്കാൻ പറഞ്ഞാൽ അങ്ങ് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് പുള്ളി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരല്പ അഹങ്കാരം ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു നടനും കൂടിയാണ് ഇന്ദ്രൻസേട്ടൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫാമിലിക്കായിട്ട് അറിയാവുന്നതാണ്. അപ്പം പടം ചിന്ന ചിന്ന ആസൈ എന്ന ആ പേരിൽ തന്നെ ഉണ്ട് ഈ പടം. ഈ പടത്തിൽ നടിക്ക് ഒരുപാട് കൊച്ചു ആഗ്രഹങ്ങളുണ്ട്. അപ്പം തന്നാലാവും വിധം ഇന്ദ്രൻസേട്ടൻ അത് ഈ സിനിമയിൽ കുറേയൊക്കെ നടത്തി കൊടുക്കും, കുറേയൊക്കെ പുള്ളിക്കാരനായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് ഈ സിനിമയിൽ. അങ്ങനെ ശരിക്കും ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. ഈ പടത്തിനെ പറ്റി എനിക്ക് അധികം പറയാൻ കിട്ടണില്ല, കാരണം പറയാൻ വാക്കുകളെ കൊണ്ട് പറഞ്ഞ് അങ്ങ് ഇതാക്കാൻ പറ്റുന്ന ഒരു പടമല്ല ഇത്. ശരിക്കും കണ്ട് അതിൻ്റെ ആ ഒരു ഇതെന്താണെന്ന് നമ്മൾ ഫീൽ ചെയ്താണ് അറിയേണ്ടത്. ഈ പടത്തിനെ ഒന്ന് റിവ്യൂ ചെയ്തങ്ങ് ഇതാക്കാൻ പറ്റുന്ന ഒന്നല്ല, ഇത് ഫീൽ ചെയ്ത് വേണം അറിയാൻ. റിവ്യൂവിലൂടെ അല്ല അറിയേണ്ടത്, കണ്ട് അനുഭവിക്കണം പടം എന്താണെന്നുള്ളത്. കരഞ്ഞു പോവും, അവസാനം ശരിക്കും കരഞ്ഞു പോവും. അപ്പം നിങ്ങൾ കാണാത്തവർ മസ്റ്റായിട്ടും പോയി തിയേറ്ററിൽ കാണുക. സിനിമകൾ എപ്പോഴും തിയേറ്ററിൽ കാണുന്നതിൻ്റെ ഫീല് OTT കാണുമ്പോൾ കിട്ടാനേ പോകണില്ല. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ തിയേറ്റർ ചെയ്യണം, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക, ഒരു ടിക്കറ്റൊക്കെ എടുത്ത് ഒരു സിനിമയൊക്കെ കാണുക. 2 മണിക്കൂർ വാരണാസി എന്ന് നമ്മൾ ചുറ്റി കാണുന്ന ഒരു ഫീല് തന്നെയാണ് മോനെ ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. അപ്പം ഈ സിനിമയുടെ ടീമിന് നല്ലൊരു വിഷസ് അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഡയറക്ടർ രക്ഷയില്ല. ഡയറക്ടറിനേക്കാൾ അടിപൊളിയായിരുന്നു ക്യാമറമാൻ. പക്ഷെ ഓരോ വിഷ്വൽസും നല്ല ഫീലാണ്. ആ ഓരോ വിഷ്വൽസും കാണുമ്പോഴും മൊത്തം വാരണാസിയുടെ ഫീല്, ഇമോഷൻസ് ഒരുപാട് കിട്ടി നല്ല രീതിയിൽ. കരഞ്ഞില്ല, പക്ഷേ കരയണമെന്നുണ്ടായിരുന്നു എനിക്ക്, അത്ര ഒരു ഇതായിരുന്നു പടം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പടത്തിനെ പറ്റി ഞാൻ പറയുന്ന റിവ്യൂ. അടുത്ത പടത്തിൻ്റെ റിവ്യൂമായി ഞാൻ വീണ്ടും വരും.